നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അവസരവാദികൾ കാരണം ഒരു വോട്ട് പോലും കുറയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെന്ന് കയറിയ ക്യാമ്പിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ജി സുധാകരന്റേതെന്നും പിണറായി. ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും വി.ഡി. സതീശൻ. ജി സുധാകരനെതിരായ പ്രസ്താവന ഇരട്ടത്താപ്പെന്നും വിമർശനം. തൃശൂർ മുൻ മേയർ എം.കെ. വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജൻ പല്ലന് പിന്തുണ നൽകും. തെരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്ന വിമർശനം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നീക്കം തടയണമെന്നും കോടതി. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ പേരുമാറ്റം പരിഗണിക്കണമെന്ന് വരണാധികാരിക്ക് കോടതിയുടെ നിർദ്ദേശം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കുക അടുത്ത സമ്മേളനത്തിൽ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് ആശ്വാസകരമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ. ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് BJP. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന ഹർജിയിൽ വിചാരണ നേരിടണം. പേരാമ്പ്രയിൽ LDF വർഗീയ പ്രചരണം നടത്തുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. എറണാകുളം സബ് ജയിലിൽ തുടരും. ശനിയാഴ്ച നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും അന്ന് പരിഗണിക്കും. പരാതി വ്യാജമെന്ന് രഞ്ജിത്ത്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക. ഇറാനിൽ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പുതിയ പ്രതിസന്ധിയിൽ. പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കി ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് ഏറ്റെടുത്തതായി റിപ്പോർട്ട്. യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിച്ചേക്കുമെന്ന് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കില്ലെന്നും വിശദീകരണം. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. സുധാകരൻ ഫാക്ടർ ആലപ്പുഴയിൽ LDFന് തിരിച്ചടിയാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമ്പലപ്പുഴയിൽ സലാം വിജയിച്ചു വരുമെന്നും സുധാകരൻ കോൺഗ്രസിലെ ആളാണ് എന്ന് തെളിയിക്കാൻ എന്തും വിളിച്ചു പറയുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ LDF പ്രചാരണ പരിപാടികൾക്കായി എത്തിയപ്പോഴായിരുന്നു ജി സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ സുധാകരൻ നടത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാർട്ടിയാണ് സുധാകരനെ വളർത്തിയത്. എന്നാൽ ഭൂതകാലം നിഷേധിക്കാനുള്ള ശ്രമമാണ് സുധാകരൻ നടത്തുന്നത്. ഇനിയും വലിയ ജീർണതയിലേക്ക് സുധാകരൻ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIMനെയും CPIMൻ്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. ജില്ലയിലെയും സംസ്ഥാനത്തെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആലപ്പുഴയിലേത് രാഷ്ട്രീയമായി പുന്നപ്ര വയലാറിന്റെ മണ്ണാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDFനെ തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും അമ്പലപ്പുഴയിൽ സലാം ജയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. LDFനെ പരാജയപ്പെടുത്താൻ UDF BJPയെ കൂട്ടുപിടിക്കുന്നു. ആലപ്പുഴയിലെ ജനങ്ങളുടെ പാർട്ടി കൂറ് വളരെ വലുതാണ്. ആളച്ചാരി നിൽക്കുന്ന പ്രവർത്തകരല്ല ആലപ്പുഴയിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തെ പിന്നോട്ടടിച്ച UDFന്റെ ആ ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാക്കുപാലിക്കാത്തവരെ തുറന്നുകാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ എന്ന് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നടക്കാതെ പോയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പട്ടിക സഹിതമാണ് മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റ്.
അമ്പലപ്പുഴയിൽ ഒരു പോറൽ പോലും വരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു തരത്തിലുള്ള പോറലും ഉണ്ടാകില്ല. അവസരവാദ നിലപാട് സ്വീകരിച്ചവർ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ വീഴും. അമ്പലപ്പുഴയിൽ ജനങ്ങളെ കുറച്ചു കാണരുത്. വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രമല്ല അമ്പലപ്പുഴയ്ക്കെന്നും പിണറായി വിജയൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി H സലാമിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഒരു ഏറ്റവും പ്രകടിതമായ അവസരവാദ നിലപാടിൻ്റെ ഒരു UDF പ്രതീകമായി ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം മാറിയിരിക്കുകയാണ്. ഇതിലൂടെ LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ അമ്പലപ്പുഴയെയും ആലപ്പുഴ ജില്ലയെയും കുറച്ച് കാണുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് കാണേണ്ടവരല്ല ഇവിടുത്തെ ജനങ്ങൾ. LDFനെ നെഞ്ചേറ്റിയവരാണിവർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുന്നപ്രയുടെ മണ്ണിൽ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. G സുധാകരനെതിരെ മുഖ്യമന്ത്രി വില കുറഞ്ഞ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM വിട്ടുവരുന്നവർക്ക് UDF പിന്തുണ നൽകാൻ പാടില്ല. കോൺഗ്രസോ ലീഗോ വിട്ടുവരുന്നവർക്ക് CPM പിന്തുണ നൽകും. എന്തൊരു ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിക്കെന്നും VD സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പരസ്പര വിരുദ്ധമായ വർത്തമാനമാണ് ഇപ്പോഴത്തെ വാർത്ത. അദ്ദേഹം പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കണ്ടം വഴി ഓടുമെന്ന സോഷ്യൽ മീഡിയ പ്രയോഗം താൻ ഉപയോഗിക്കുന്നില്ല എന്നും VD സതീശൻ പറഞ്ഞു. എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മുഖ്യമന്ത്രിക്ക്, എന്തൊരു ഇരട്ടത്താപ്പാണ്. ലീഗ് വിട്ടുവന്ന ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ CPM ഇല്ലേ? അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ് വിട്ടുപോയ ആളെ CPM സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എത്ര പേര് എവിടെയെല്ലാം ആക്കി, എത്ര ആളുകളാക്കി. ലീഗ് വിട്ടുവന്ന മുസ്തഫയെ പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? മാത്രമല്ല, ഇദ്ദേഹത്തോട് എങ്ങനെയാണ് സംവാദം നടത്തുന്നത്? ഫേസ്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ കണ്ടം വഴി ഓടുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ഭാഷയാണ്. പക്ഷേ പിന്നെ അതിനെപ്പറ്റി ഒരു പിടിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,43,000 വീട് വെച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് മാത്രമേ വെച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് യമണ്ടൻ നുണയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മിണ്ടാട്ടവും ഇല്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലന് പിന്തുണ നൽകുമെന്ന് MK വർഗീസ് പറഞ്ഞു. താൻ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുകയാണെന്നും MK വർഗീസ് പ്രതികരിച്ചു. 5 കൊല്ലം മുൻപ് കൗൺസിലർ സ്ഥാനം നിഷേധിച്ചതോടെയാണ് MK വർഗീസ് കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായത്. 5 കൊല്ലം ഇടതുമുന്നണിയിൽ മേയറായിരുന്നു. ഇപ്പോഴത്തെ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ പല്ലനായിരുന്നു കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലന് പിന്തുണ നൽകുമെന്ന് MK വർഗീസ് അറിയിച്ചു. സാഹചര്യങ്ങൾ കടുമപ്പെട്ട് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നതായിരുന്നു. ഇപ്പോൾ സാഹചര്യം മാറി. പൂർണ്ണമായും നിരുപാധികമായാണ് താൻ പാർട്ടിയിലേക്ക് മടങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ രാജൻ പല്ലൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ചിലപ്പോൾ മന്ത്രിയായേക്കുമെന്നും MK വർഗീസ് വ്യക്തമാക്കി. ഞാൻ എൻ്റെ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാം. മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ രാജൻ പല്ലൻ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നോട് പറഞ്ഞു നിർബന്ധമായിട്ടും എന്നോട് സഹകരിക്കണം, കാരണം നമ്മൾ ഒരുമിച്ച് ഇത്ര കാലം നടന്നവരാണ്, നമ്മളൊരു കുടുംബക്കാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രാജൻ പല്ലൻ്റെ വിജയത്തിന് വേണ്ടി കൂടെ പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്രചരണത്തിന് കൂടെ നിൽക്കണമെന്ന രാജൻ പല്ലൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും മുൻ മേയർ കൂട്ടിച്ചേർത്തു. മേയറുടെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി രാജൻ പല്ലനെ MK വർഗീസ് സ്വീകരിച്ചു. MK വർഗീസ് തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മേയറായിരുന്ന സമയത്തുണ്ടായ കലഹങ്ങൾ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണെന്നും രാജൻ പല്ലനും പറഞ്ഞു. MK വർഗീസ് വരുന്നത് പാർട്ടിക്ക് സ്വാഭാവികം വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മാത്രമല്ല, MK വർഗീസ് മാത്രമല്ല, ലാലി ജെയിംസ്, MK വർഗീസ്, ജോർജ് ചാണ്ടി അടക്കമുള്ള, ഷോബി അടക്കമുള്ള എല്ലാവരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം MK വർഗീസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.
അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി. അപരന്മാർ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നുവെന്ന് കോടതി. വോട്ടർമാരിൽ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥിക്ക് അഞ്ജലി PV എന്നതിന് പകരം അഞ്ജലി നായർ എന്ന് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. LDF പേരാമ്പ്ര മണ്ഡലത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നുവെന്ന് DGPക്ക് പരാതി. ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ച് KSU ജനറൽ സെക്രട്ടറി അർജുൻ കട്ടയാട്ടാണ് പരാതി നൽകിയത്. പേരാമ്പ്ര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ LDF നടത്തിയ അനൗൺസ്മെന്റിനെ ചൊല്ലിയാണ് വിവാദമുണ്ടായത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് SC/ST സംഘടനകൾ. ഇടതുപക്ഷം നടത്തിയ വികസന പദ്ധതികൾ ആദിവാസി ദളിത് വിഭാഗങ്ങളെ അവഗണിക്കുന്നതാണെന്ന് അംബേദ്കർ റൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നതാണ്. അതേസമയം UDFന് ഇപ്പോൾ നൽകുന്നത് പൂർണ്ണ പിന്തുണയല്ലെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമെന്നും ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേന UDFനെ പിന്തുണയ്ക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സജി തുരുത്തിക്കുന്നേൽ. BJP CPM ഡീൽ വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, പൂരം കലക്കൽ, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയവ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകാത്തത് ഡീലിന്റെ ഭാഗമാണെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. UDFന് പിന്തുണ നൽകുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശിവസേന എന്നും എല്ലാ കാലഘട്ടങ്ങളിലും അതിനെ എതിർത്തിട്ടുണ്ട്. സർക്കാർ മാറി ഒരു പുതിയ സംവിധാനം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നല്ല ശതമാനം ആളുകൾ. അപ്പോൾ അതിൽ കോൺഗ്രസ് നയിക്കുന്ന UDFനെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്നും കോൺഗ്രസും CPMഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്നാണ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. രാജ്യ താൽപര്യപ്രകാരമാണ് ഭേദഗതിയെന്നും ബിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസും CPMഉം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है और दूसरी बात FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में ये ठीक बात नहीं है. FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 ക്രിസ്ത്യൻ സഭകൾ ഉയർത്തിയ ആശങ്ക ഉൾപ്പെടെ പരിശോധിച്ച് FCRA ബിൽ അടുത്ത സമ്മേളന കാലയളവിൽ പരിഗണിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന BJPയുടെ ഭയം കാരണമാണ് ബില്ല് മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതുകൊണ്ട് ഈ ബിൽ പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്കും പരിശോധനയ്ക്കും വിടുന്നില്ല. ശരിക്കും ചെയ്യേണ്ടതല്ലേ? പാർലമെന്ററി ജനാധിപത്യ മര്യാദയനുസരിച്ച് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഒരു നിയമം അതിശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ, പാർലമെന്റിനകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ബില്ല് പാർലമെന്ററി സമിതിയുടെ വിശദമായ പരിശോധനയ്ക്ക് അയക്കുക എന്ന് പറയുന്നത് അംഗങ്ങളുടെ അവകാശമാണ്, നിയമനിർമ്മാണ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ചെയ്യാതിരിക്കുകയും ബിൽ ചർച്ചയ്ക്കെടുക്കാതെ അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന കേവല നടപടി മാത്രമാണ് ഇന്ന് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധിച്ചിരുന്നു. നിയമ ഭേദഗതി ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വിശദ പരിശോധനയ്ക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും CBCI ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. FCRA ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച നീട്ടിവെച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച ഓർത്തഡോക്സ് സഭ. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും MP-മാർക്കും CBCI നിവേദനം നൽകിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചാണ് ചർച്ച നീട്ടിവെച്ചതെന്ന് കരുതുന്നതായും ഇത് ആശ്വാസകരമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഭേദഗതി ബില്ലിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഭ വ്യക്തമാക്കി.
FCRA ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാതിരുന്നതിനെ സ്വാഗതം ചെയ്ത് CBCI പ്രതിനിധി റോബിൻസൺ റോഡ്രിഗസ്. നിയമഭേദഗതിയെ പറ്റിയുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ബില്ലിലെ വ്യവസ്ഥകൾ സർക്കാർ പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. It's a welcome step for us all. We welcome it, but we have to keep in mind it is postponed. It is not called back. So our struggle, our protest remains. We thank all the MPs, the opposition MPs who have raised the issue and who have come out in our support. We also at the same time thank the government also. Yesterday we had sent our memorandum to Honorable Home Minister Shri Amit Shah ji and also all other MPs who came in support of us. Government today, they have postponed the bill. They are not presenting it today. We will get some time also to look into it and plan some more strategy. We thank government for that. FCRA ബിൽ മാറ്റിവെച്ചത് താൽക്കാലിക ആശ്വാസമെന്നും ബില്ലുമായി മുന്നോട്ടു പോകും മുൻപ് സഭകളോട് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും ഓർത്തഡോക്സ് സഭ. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി മാറ്റിവെച്ചതാണെങ്കിൽ ആശങ്കയുണ്ടെന്നും സഭയുടെ മാധ്യമ വിഭാഗം തലവൻ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. FCRA വിഷയം സഭ ഇപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് വന്നാലും ഇതേ നിലപാട് സഭ തുടരും. PC ജോർജിന്റെ തോക്കിന് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്നും നാക്കിന് ലൈസൻസ് ഇല്ലെന്നും ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. മാറ്റിവെച്ചത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രം പറയാം. എന്നാൽ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വ്യക്തമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താതെ ആ ബില്ല് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വിനാശ പരിപാടിയാണ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും മാറ്റിവെച്ചു എന്നുള്ളത് അല്പം സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർ ക്രിയാത്മകമായി ചിന്തിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ഒരു ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മാറ്റിവെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ ആ ആശങ്കയെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. FCRA വളരെ ഗൗരവമേറിയ വിഷയമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ പലതും നടപ്പിലായിട്ടില്ല. അതിശക്തമായ എതിർപ്പ് ഉയർന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എതിരായി വരും. വന്നില്ലെങ്കിൽ ആർക്കും എതിരാവുകയുമില്ല. അതുകൊണ്ട് 2-4 ദിവസം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് പഠിക്കാം, എല്ലാവരും കൂടി ചേർന്നൊന്ന് പഠിക്കാം. അതൊന്നും നടപ്പിലായിട്ടില്ലല്ലോ. ഒക്കെ കാലം വരെ കൊണ്ടുവന്നത് ഒന്നും നടപ്പിലായിട്ടുണ്ടോ അല്ലേ? FCRA ഭേദഗതി ബിൽ പാസാക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മാത്രമേ ഭേദഗതി നടപ്പിലാക്കുകയുള്ളൂ. ലോക്സഭയിൽ ബിൽ കൊണ്ടുവരും മുൻപ് ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. FCRA കുറിച്ച് പ്രചരണം നടക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. അതെല്ലാം ആ ആശങ്ക ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ആ ബില്ല് പാസ് ചെയ്യുള്ളൂ. അവർക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് അത് ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ടല്ലോ, കിരൺ റിജിജു, അദ്ദേഹം വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കും. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ലോക്സഭാംഗത്വം ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. തനിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ഇടക്കാല ആവശ്യം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇക്കാര്യം വിശദമാക്കിയത്. തൃശൂർ സ്വദേശിയായ CPI നേതാവ് AS ബിനോയിയാണ് സുരേഷ് ഗോപിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റു എന്ന് പറയാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കും. തെളിവുകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കട്ടെ. തെളിവുകൾ തങ്ങളുടെ പക്കലുമുണ്ട്. കോടതിയുടെ ഒരു നടപടിയായി മാത്രമേ ഇതിനെ കാണാനാവൂ എന്നും സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. മേൽക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്.
അവിടെ പോകും. എനിക്കും അവകാശങ്ങളുണ്ടല്ലോ, പോകും. അല്ല, അതൊക്കെ അവർ പറയുന്നത് പറയട്ടെ, ഞങ്ങളുടെ അടുത്തും ഉണ്ട്, അത് ഞങ്ങൾ ഹാജരാക്കും. അല്ലല്ലോ, അവിടുന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. ഇനി മറ്റവർക്ക് തിരിച്ചടി കിട്ടുന്ന വിധി വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ തിരിച്ചടിയും അടിയും ഒന്നുമില്ല. കോടതി ചില കണ്ടെത്തലുകൾ നടത്തും, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തും. ചില വിധി പ്രസ്താവം എന്ന് പറയുന്നതല്ലല്ലോ ഇത്, അല്ലേ? പറട്ടെ. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ മുതൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രഞ്ജിത്ത് നിരീക്ഷണത്തിലായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് രാവിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് അതിജീവിത പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അതിനിടെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായതോടെ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. തൊടുപുഴ മുട്ടത്ത് നിന്നാണ് അതിനാടകീയമായി രഞ്ജിത്തിനെ പിടികൂടിയത്. വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. But it should not happen to any woman, especially in a workplace, because already 2 കേസ് ഉണ്ടായിരുന്നു. ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു രീതിയിൽ കോശായി പോയതാണ്. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ, സ്ഥലമുണ്ടോ, അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നിൽക്കും. ഞങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പോയത്. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? ഗുരുതരമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപുണ്ടായ 2 കേസുകൾ കൂടി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ലൈംഗിക പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡയറക്ടേഴ്സ് യൂണിയനും റൈറ്റേഴ്സ് യൂണിയനും നൽകിയതായി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മറ്റ് നടപടികൾ അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കും. ICCക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും ഈ കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. സന്ദർഭത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിയമപരമായ ഒരു തീർപ്പുണ്ടാകുന്നവരെ നമ്മൾ അംഗത്വത്തിൽ നിന്ന് ആ അംഗത്തെ മാറ്റി നിർത്തും. അപ്പോൾ അത്തരം ഒരു നടപടി വേണമെന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈകാതെ കൂടി അവർ ആ നിർദ്ദേശം നടപ്പിലാക്കും. ICC പ്രവർത്തനമുണ്ട്. ICC പരാതി ചെന്നിട്ടില്ല. ഉറപ്പാണ്. ഞാനിന്ന് സംസാരിച്ചല്ലോ, നമ്മുടെ അംഗങ്ങളാണല്ലോ ICCയിൽ വർക്ക് ചെയ്തത്. നിങ്ങളുടെ മാധ്യമ വാർത്ത കണ്ടപ്പോൾ ICC ചെല്ലുന്ന പരാതികൾ ഒരിക്കലും യൂണിയൻ അറിയേണ്ട കാര്യമില്ല, കോൺഫിഡൻഷ്യാലിറ്റി വേണം. പക്ഷേ ഇങ്ങനെ മാധ്യമ വാർത്ത വന്നപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ പരാതി വന്നിട്ടില്ല. അല്ല, അതിനെ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇത്രയോ ചിത്രീകരണങ്ങൾ നടക്കുന്നു. ഈ നടക്കാൻ ഒരിക്കലും നടക്കരുതാത്താണ്. അതിൽ വലിപ്പച്ചെറുപ്പമല്ല, ഒരിക്കലും ചെറുതോ വലുതോ ആയിട്ടുള്ള ആളുകളുടെ സെറ്റിൽ, ചെറുതോ വലുതോ ആയിട്ടുള്ള സിനിമകളുടെ സെറ്റിൽ ഒന്നും സംഭവിക്കരുത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിൽ കൂടുതൽ എങ്ങനെ മാതൃകാപരമായ നടപടി ഉണ്ടാകുന്ന അപ്പം തന്നെ നമ്മൾ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തല്ലോ. പിന്നെ ഏതൊരു നിയമപരമായ നടപടിക്കും അതിലൂടെ കടന്നു പോകണമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാഗവും കോടതി കേൾക്കുമല്ലോ. അപ്പോൾ ഇനി കോടതിയുടെ തീരുമാനമാണ്. അപ്പോൾ കോടതിയുടെ തീരുമാനം വരുന്നവരെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു. രഞ്ജിത്തിനെതിരായ പരാതി ഗൗരവതരമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആക്ഷേപം വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാടെടുത്തു. തുടർച്ചയായി ഇത്തരം സംഭവം ഉണ്ടാകുന്നത് മ്ലേച്ഛകരമാണ്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇരയോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം. ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് സംരക്ഷണം ഒരുക്കിയത് CPM എന്നാരോപിച്ച് പാർട്ടി വിട്ട മുതിർന്ന അംഗം TK ഗോവിന്ദൻ. രഞ്ജിത്തിനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് കഴിയാതെ വന്നതോടെയാണ് ചലച്ചിത്ര അക്കാദമി സ്ഥാനം നൽകിയത്. രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് MV ഗോവിന്ദനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നും അത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും TK ഗോവിന്ദൻ പ്രതികരിച്ചു. ആദ്യം രഞ്ജിത്തിനെതിരായിട്ട് ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രഞ്ജിത്ത് അന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഗവൺമെന്റിൽ നല്ല സ്വാധീനമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. രഞ്ജിത്തിനെ കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു, പാർട്ടിക്കകത്തുണ്ടായിരുന്നു. കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, നടന്നിട്ടില്ല. അവിടുത്തെ പാർട്ടിയുടെ എതിർപ്പിന്റെ ഫലമായിട്ട് ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം തേടി പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയിലാണ് മുൻകൂർ ജാമ്യം തേടി സമീപിച്ചത്. ജാമ്യാപേക്ഷ ഈ മാസം 4-ന് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി പരിഗണിച്ചേക്കും. ആരോഗ്യരംഗത്തെ ബോധപൂർവമായ വീഴ്ചകളെക്കുറിച്ച് ഗ്രൂപ്പ് ചർച്ചയുമായി അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കീഴിലുള്ള അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോ ഏപ്രിൽ 7-ാം തീയതി കൊച്ചി ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മെഡിക്കൽ, നിയമ, പാരാമെഡിക്കൽ, ഫാർമസി മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കും. ആരോഗ്യരംഗത്ത് വർദ്ധിച്ചുവരുന്ന ചെലവുകൾ, അനാവശ്യ പരിശോധനകൾ, അവയവ കച്ചവടം തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ചയുടെ ഭാഗമാകും. ഡൽഹി ആസ്ഥാനമായ NGO, ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവരും ചർച്ചയിൽ പങ്കാളികളാകും. ചർച്ചയുടെ ഭാഗമായി വരുന്ന ആശയങ്ങൾ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോ ഡീൻ പ്രൊഫസർ ഡോക്ടർ അനിൽ G. വാര്യത്ത് പറഞ്ഞു. ഒരു നോളജ് പഠനം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ NGO ഉണ്ട്. ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെഡിക്കൽ മാൽ പ്രാക്ടീസിനെതിരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷനോട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആസ് എ മാറ്റർ ഓഫ് പോളിസി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ ലെവലിലുള്ള ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പ്രപ്പോസൽസ് കൊടുക്കും. സാമ്പത്തിക മേഖലയിൽ ഇന്നു മുതൽ സുപ്രധാന മാറ്റങ്ങൾ. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നു. ചട്ടങ്ങളുടെ എണ്ണം 399-ൽ നിന്ന് 190-ആയും ടാക്സ് ഫോമുകൾ 511-ൽ നിന്ന് 333-ആയും കുറച്ചു. പാൻ കാർഡ്, ആധാർ അപേക്ഷകളിലും മാറ്റങ്ങൾ വന്നു. അതേസമയം രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്കും തുടക്കമായി. പുതിയ ആദായ നികുതി നിയമം, ബാങ്ക് ഇടപാടിലെ മാറ്റങ്ങൾ, പാൻ കാർഡ്, ആധാർ കാർഡ് അപേക്ഷകളിലെ വരുത്തിയ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ സുപ്രധാന മാറ്റങ്ങളോടെയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചത്. 1961-ലെ ആദായ നികുതി നിയമത്തിന് പകരം ഘടനയിൽ സുതാര്യത വരുത്തിക്കൊണ്ട് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നു. ഇനി മുതൽ സാമ്പത്തിക വർഷം, അസസ്മെന്റ് വർഷം എന്നിവയ്ക്ക് പകരം നികുത വർഷം മാത്രമായിരിക്കും ഉണ്ടാവുക. പുതുക്കിയ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടും. നിലവിൽ ഡിസംബർ 31 വരെയാണ് സമയം. ഇനി മാർച്ച് 31 വരെ ചെറിയ ലേറ്റ് ഫീ നൽകി ഫയൽ ചെയ്യാം. ITR 1, 2 ഫോമുകൾ നൽകുന്നവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31-ആയി തുടരും. നോൺ ഓഡിറ്റ് ബിസിനസ്സുകൾക്കും ട്രസ്റ്റുകൾക്കും ഓഗസ്റ്റ് 31 വരെ സമയം ലഭിക്കും. അതേസമയം രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്കും ഇന്ന് തുടക്കമായി. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യഘട്ട നടപടികൾ ജൂൺ മാസത്തോടെ ആരംഭിക്കും. 2011 ശേഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയ 2021-ലെ സെൻസസ് ആണ് നിലവിൽ ആരംഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ 2092 രൂപയും കോഴിക്കോട്ട് 2214 രൂപ 50 പൈസയും തിരുവനന്തപുരത്ത് 2113 രൂപയുമാണ് പുതുക്കിയ വില. കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയിരുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇനിയും സാധാരണ നിലയിലായിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ 50% ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല.
രാജ്യത്ത് വിമാന ഇന്ധന വിലയിലും റെക്കോർഡ് വർധനവ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ആഗോള എണ്ണ വിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് വർധനവിന് കാരണം. ചരിത്രത്തിൽ ആദ്യമായാണ് വിമാന ഇന്ധന വില കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടക്കുന്നത്. വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 40% ഇന്ധനത്തിനെയാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയരാനാണ് സാധ്യത. ഇറാൻ-US യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ പറഞ്ഞു. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US-ന് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. നിർധനരായ 850 യുവതി-യുവാക്കൾക്ക് സഹായമേകാൻ നീലഗിരി ജില്ലാ SYS കമ്മിറ്റിയും പാടന്തറ മർക്കസും ചേർന്ന് സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 5-നാണ് പാടന്തറയിൽ വിവാഹവേദി ഒരുങ്ങുന്നത്. അവരവരുടെ മതാചാരപ്രകാരമായിരിക്കും വിവാഹം. സമസ്ത സെനിറ്ററിയുടെ ഭാഗമായി നടക്കുന്ന സമൂഹ വിവാഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും അതിഥികളും ഉൾപ്പെടെ 1 ലക്ഷത്തോളം പേർക്ക് സദ്യയും ഒരുക്കുന്നുണ്ട്. സമൂഹ വിവാഹ സംഗമം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും.